എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായും ഇരിക്കുന്നല്ലോ. ഇന്ന് കൊഞ്ച് വെച്ചുള്ള നല്ല അടിപൊളി ഒരു റെസിപ്പി തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒട്ടും മസാലയൊന്നും ചേർക്കാതെ വളരെ ടേസ്റ്റി ആയിട്ട് ഒരു കൊഞ്ച് റെസിപ്പി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ കുറഞ്ഞ ചേരുവകൾ ചേർത്ത് തയ്യാറാക്കിയ ഈ ഒരു കൊഞ്ച് കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിനായിട്ട് ഞാൻ ഷെല്ലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത 1.5 കപ്പ് കൊഞ്ചാണ് എടുത്തിരിക്കുന്നത്. കൊഞ്ച് വൃത്തിയാക്കിയ ശേഷമുള്ള അളവാണ് ഞാൻ പറഞ്ഞത്, 1.5 കപ്പ് എന്നുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലതായി യോജിപ്പിച്ച ശേഷം നമുക്ക് ഒരു 10-15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തു. അതിൽ ആവശ്യത്തിന് ബട്ടർ ഇട്ട് കൊടുക്കണേ. ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കണം. ബട്ടർ ഒന്ന് ഉരുകി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കുരുമുളകൊക്കെ ചേർത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കൊഞ്ച് വെന്ത് കിട്ടാൻ ഏകദേശം 8 മിനിറ്റ് മാത്രം മതി കേട്ടോ. അതിൽ കൂടുതൽ സമയങ്ങളൊന്നും എടുക്കേണ്ട കാര്യമില്ല. കൊഞ്ചൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഞാനിപ്പോൾ എല്ലാ കൊഞ്ചും ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിലെ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്ക് തിരിച്ചും കൂടി ഇട്ട് വേവിച്ചെടുക്കാം. ഇപ്പം കൊഞ്ചിലെ ആ കളർ വെള്ളമൊക്കെ ഇടങ്ങി വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് വറ്റി ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. അത് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഇത് ചെയ്തെടുക്കാൻ. തീരെ കുറഞ്ഞ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം എടുക്കേണ്ടി വരും. അപ്പോൾ കണ്ട കറക്റ്റായിട്ട് അതൊന്ന് ഫ്രൈ ആയും അതുപോലെ തന്നെ വെന്തും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് വേണം ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റിയെടുക്കാൻ. ഞാനിനി ഈ കൊഞ്ചെല്ലാം ഈ ഒരു പാനിൽ നിന്ന് ഒന്ന് മാറ്റിയെടുക്കുകയാണേ. എന്നിട്ട് ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ നമുക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ മല്ലിയിലയാണ്. ഈ ഒരു സമയത്ത് ബട്ടർ കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ മല്ലിയിലയും വെളുത്തുള്ളിയും കൂടെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഞാൻ അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 8 കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഒട്ടും തരിയില്ലാതെ നല്ല മയത്തിൽ അരച്ചെടുത്തത് വേണം ചേർത്ത് കൊടുക്കാൻ. നല്ലതായിട്ട് വഴറ്റി എണ്ണ തെളിഞ്ഞു വരുന്നിടം വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ ശേഷം 1/2 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ കൊഞ്ചിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താണ് അത് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഉണ്ടോ, ഈ സമയത്ത് കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 200 ml കുക്കിംഗ് ക്രീമാണ്, ഫ്രഷ് ആയിട്ടുള്ള കുക്കിംഗ് ക്രീമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 200 ml ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഗ്രേവിയൊക്കെ കൂടുതൽ വേണമെങ്കിൽ കാഷ്യൂനട്ട് കുറച്ചുകൂടെ കൂടുതൽ അരച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഈ കുക്കിംഗ് ക്രീം കുറച്ചുകൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി 3/4 കപ്പ് ഒന്നാം തേങ്ങാപ്പാലാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതായി യോജിപ്പിച്ചെടുക്കണം. ഈ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും ഇത് തിളയ്ക്കാൻ അനുവദിക്കരുത്. ഒരു ചെറിയ തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞ് നമുക്ക് ടേസ്റ്റ് നഷ്ടപ്പെടും നമ്മുടെ കറിക്ക്. നല്ല കുറുകിയായിട്ടുള്ള ചാറ് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. ഇതിലേക്ക് ഒരു 3-4 വറ്റൽമുളക് പൊടിച്ചതും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ ടേസ്റ്റി കേട്ടോ. മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഞ്ചിൻ്റെ റെസിപ്പി തന്നെയാണ്. പാൽ കൊഞ്ച് അല്ലെങ്കിൽ ബട്ടർ ഗാർലിക് കൊഞ്ചാണ്. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.